So let me see the illustration 14. Illustration 14 തന്നിരിക്കുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് 4000 യൂണിറ്റ്സ് ആണ്. അതിൽ 40% ആണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ യൂണിറ്റ്സ് പുട്ട് ഇൻ ടു പ്രോഗ്രസ്, പ്രോസസ്സിന് വേണ്ടി ഇട്ടത് 30,000 ആണ്. യൂണിറ്റ്സ് കംപ്ലീറ്റ് 32,000 ആണ്. അതായത് കഴിഞ്ഞ വർഷത്തെ ഓപ്പണിംഗ് ഉണ്ടായിരുന്നല്ലോ, അതിൽ നിന്നും കംപ്ലീഷൻ നടന്നിട്ടുണ്ട്. ഇനി ഈ വർഷത്തെ 30,000 യൂണിറ്റ് ഇട്ടെങ്കിൽ പോലും ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തെ യൂണിറ്റ്സ് കംപ്ലീറ്റ് ചെയ്തതും ഉണ്ടാവാം, ഈ വർഷത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യാത്തതും ഒക്കെ ഉണ്ടാവാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇക്വലന്റ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ യൂണിറ്റ്സ് കംപ്ലീറ്റഡ് നമുക്ക് തന്നിരിക്കുന്നത് 32,000 ആണ്. ദാറ്റ് മീൻസ് യൂണിറ്റ്സ് കംപ്ലീറ്റഡ് മീൻസ് എന്താ, 100% വർക്കും അതിൽ കംപ്ലീഷൻ നടന്നു. And closing stock of work in progress വന്നിട്ടുണ്ട്, that is 2,000 units ആണ്. അതിൽ 60% വർക്ക് കംപ്ലീറ്റ് ആണ്. ഓക്കെ, സോ how can we calculate the equivalent production? Calculation of equivalent production. Calculation of equivalent production. Equivalent production എന്ന് പറഞ്ഞാൽ ടോട്ടലി ഇതെന്തായാലും ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആണ് അല്ലേ. സോ യൂണിറ്റ്സ് കംപ്ലീറ്റഡ് during the year is 32,000. Okay, then എന്ത് ചെയ്യണം, add closing stock of work in progress. Closing work in progress എത്ര, work in progress ന്റെ equivalent units എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്, 2,000 into 60%. Okay, so that comes 1,200. So 33,200. Okay, എന്ത് ചെയ്യാം, ലെസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് എത്രയാ, 4,000 യൂണിറ്റ്സ് ഇൻറ്റു അതിൽ എത്ര കംപ്ലീറ്റ് ചെയ്തു, 40% കംപ്ലീറ്റ് ചെയ്തു, 1,600. Okay, by deducting this we can get 31,600 units as equivalent production, completed equivalent production during the year. Okay.